നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും. ഏത് വേണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടും, പോകാതെ തന്നെ കിട്ടും. അത് വേണോ 50,000 കൊടുത്ത ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് കിട്ടും, അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണോ തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഇതിങ്ങനെ കിട്ടുമെന്ന് പൈസ കൊടുത്താൽ എന്ത് തടസ്സം? അവനവനല്ലേ തീരുമാനിക്കുന്നത് ആളെ കൊല്ലണോ വേണ്ടിയെന്ന്. ഞാനാണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അവിടെ നിന്ന് ആള് പോകാതെ തന്നെ ലൈസൻസ് കൊടുക്കുമെന്ന് ആരോ പറയുന്നുണ്ട് കർണാടകത്തിൽ നിന്നൊക്കെ. ആ വീട്ടിലിരുന്നാൽ കൊണ്ട് തരുമെങ്കിൽ അത് വാങ്ങിച്ചേച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആളെ ഇടിച്ചു കൊല്ലട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പക്ഷെ പിടിക്കും. ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരെ നിന്ന് നോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റ് കാണിക്കുന്നതോ തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും, ഗൾഫ് രാജ്യങ്ങളിലൊന്നും ലൈസൻസ് വന്ന് അതിന്റെ ലൈസൻസ് ഇടന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഈ ഓടിപ്പ് വശക്കേടാന്ന് അവർക്ക് തോന്നിയാൽ അവർ ഫോളോ ചെയ്ത് പിടിച്ചിട്ട് അപ്പോഴേ പിടിക്കും. ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റും. ഈ ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ലേണേഴ്സിന്റെ ബാക്ക്ലോഗ് 10 ലക്ഷം ഇല്ല. അത് നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യം അവർക്കും കൊടുക്കും. ഈ കണക്ക് എല്ലാവർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും. അതിൽ കാണാം നമുക്ക്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു 2-3 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക്ലോഗ് കവർ ചെയ്യും. എന്തോ അല്ല, ഒരു ഓഫീസിൽ 40 ടെസ്റ്റ് എന്നാ പറഞ്ഞത്. അല്ല, എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിലില്ല, ഉള്ളിടത്ത്. പക്ഷെ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാലോ ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടിക്കിടക്കുന്നത് വെച്ചാൽ അവിടെ വേറെ ആളെ റിക്രൂട്ട് ചെയ്തത് മേക്കപ്പ് ചെയ്യും. അല്ല, എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ, കുഴപ്പമില്ല. കാരണം എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ. ഇപ്പം ഡിസൈൻ ഒരു മാസം വരും, വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല. ഡിസൈന് മാറ്റം വരുത്തിയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ 6 ആയിട്ട് വണ്ടി ഓടിക്കുക, കയറ്റത്തിൽ നിർത്തിയെടുക്കുക, റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ പാർട്ടാക്കി, അല്ലെങ്കിൽ വേറെ ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവർ തന്നെ പ്രപ്പോസ് ചെയ്യും. 2-3 ഡിസൈൻ അവർ കൊണ്ടുവരും. അതിൽ നിന്ന് എല്ലാവരും ആലോചിച്ചിട്ട് നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കും. അപ്പോൾ എച്ചം ഒഴിവാകും കേട്ടോ. അത് വരുന്നതോടെ എച്ചം ഒഴിവാകും. ഇല്ലില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങൾ നന്നായത്. അതിനല്ലേ ചെയ്തേ, അത് മനസ്സിലായില്ലയോ? ഒരു ടെക്നിക്കല്ലായിരുന്നോ? എല്ലാവരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇട്ട് നോക്കിയതല്ലേ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ, നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, ഇതുമായിട്ട് അതിന് ബന്ധമൊന്നും. ഓണത്തിനിടയിലാണ് പുട്ട് വെച്ചോ. എത്രയും ഒരു 2-3 മാസം തുടങ്ങുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ഫണ്ട് അനുവദിക്കണ്ട, ഫണ്ട് അനുവദിച്ച് വന്ന അവിടെ തുടങ്ങും. നല്ല ലൈസൻസ് ആയിരിക്കും, ഒരു സംശയമില്ല. എല്ലാ സൗകര്യം ഉണ്ടാവും, തിയറി ക്ലാസ് ഉണ്ടാവും, എല്ലാ സംവിധാനവും ഉണ്ടാവും. അതെ, ധൈര്യമായിട്ട് കാത്തിരുന്നുള്ളൂ. KSRTC ലൈസൻസ് അടിപൊളി ലൈസൻസ് ആയിരിക്കും. അല്ല, ഇപ്പൊ കൊടുത്തല്ലോ, ഇന്നിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ശമ്പളം ഇന്നത് റെഡി ആയിട്ടുണ്ട്. എന്നറിയാം എന്തോ ഫിറ്റ്നസിന് വേറെ 2 ദിവസം വയ്ക്കുന്നുണ്ട്. അവർക്ക് അവിടെ പോവാം. ഒരേ സമയം 2 ഇടത്ത് നടത്താൻ പറ്റില്ല. ഉമ്പടി അവിടെയും കണ്ടു, ഉമ്പടി എവിടെയും കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഒരിടത്തെ പറ്റും. ആഴ്ച 4 ദിവസം ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ബാക്കി 2 ദിവസം ഫിറ്റ്നസ് ചെയ്യും. മിക്കവാറും ബുധൻ ശനി ഫിറ്റ്നസ് ചെയ്യും. പിന്നെ അവിടുത്തെ ജോയിന്റ് RTOമാർക്ക് അതിന്റെ ഫിറ്റ്നസിന് ആൾ കുറവാണെങ്കിൽ ലൈസൻസ് നടത്താം. ഫിറ്റ്നസിന് ആൾ കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അത് അവിടുത്തെ RTOമാരുടെ ജോയിന്റ് RTOമാരുടെയും ഡിസ്ക്രിപ്ഷനിലാണ്, അവരുടെ ഡിസ്ക്രിപ്ഷനിലാണ്. നമ്മളതിനകത്തൊരു നിർബന്ധം പറയില്ല. ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല, ഫിറ്റ്നസിന് ആരും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസം അവർക്ക് ലൈസൻസിന് മാറ്റി വയ്ക്കാം. ഈ ലൈസൻസിന്റെ ബാക്ക്ലോഗ് ഈ 10 എന്നുള്ളത് തെറ്റാണ്. 10 ലക്ഷം ഇല്ല, അത് കുറവാണ്. അത് നാളെ കറക്റ്റ് വിവരങ്ങൾ മാധ്യമങ്ങളെല്ലാം തരും. അത് കണ്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് അവിടെ ആളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യണം. കൂടുതൽ ടെസ്റ്റ് ഇത് പറയുന്ന അപ്പുറത്ത് ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ വിവരം അറിയും. അവര് പരിശീലനങ്ങൾ കണ്ടതാണല്ലോ, അപ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതും ചെയ്തത്. അങ്ങനെ അത്ഭുത നടപടി വരും.
അതിന് നടപടി. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ, പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയട്ടെ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയും. അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നടക്കും. അല്ലാതെ ഒരു മുൻവിധികളില്ല. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല. പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അതെ, അല്ല, മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ. സർക്കാരാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഖജനാവിൽ പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം. അഡീഷണൽ ആയിട്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ അത് പരമാവധി 10-ാം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്നാലും പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു. അതുകൊണ്ടാണ് വരുന്നത്. കാരണം 10-70 കോടി രൂപ വേണം. ചെറിയ പൈസയല്ല. 2 ഗഡുക്കളായിട്ട് കൂടുമ്പോൾ 70 കോടിയോളം വരും. അപ്പോൾ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല. നമ്മളത് പെട്ടെന്ന് KSRTCയുടെ ഒരു കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെൻറ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട്, കഴിഞ്ഞ 7 വർഷമായിട്ട് അന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വലിയൊരു ഇടതുമുന്നണി സർക്കാരിൻ്റെ ഒരു വലിയ സഹായമാണ് KSRTC സംബന്ധിച്ച്. അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? KSRTC നഷ്ടം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ കടങ്ങൾ പരമാവധി തീർത്ത് കൊണ്ടുവരും.